എന്താണ് യഥാർത്ഥത്തിൽ ആസ്മയിൽ സംഭവിക്കുന്നത്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ആസ്മയിൽ സംഭവിക്കുന്നത്. ഒന്ന്, ശ്വാസകോശ കുഴലുകൾ, നമ്മുടെ മൂക്കിൽ നിന്ന് ശ്വാസം നേരെ കയറി വിൻ പൈപ്പിൽ കൂടി, തൊണ്ടയിൽ കൂടി വിൻ പൈപ്പ് എന്ന് പറയും, ട്രക്കിയ, ഇതിൽ കൂടി വന്ന് ഈ ട്രക്കിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ബ്രോങ്കസ് ആകുന്നു. ഒരു വലതുവശത്തെ ശ്വാസകോശവും ഇടതുവശത്തെ ശ്വാസകോശവും. ഇത് ഓരോ ശ്വാസകോശത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു വേരുകൾ എങ്ങനെ ചെറുതായി തീരെ ചെറിയ വേരിലേക്ക് എത്തുമോ എന്ന് പറഞ്ഞാൽ ഈ ട്യൂബുകൾ ചെറുതായി ശ്വാസകോശത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും ഏറ്റവും അറ്റത്ത് ചെല്ലുമ്പോൾ ഓരോ ട്യൂബിൻ്റെ അറ്റത്ത് ഒരു ചെറിയ കുമിള, അതിൻ്റെ പേരാണ് ആൽവിയോള എന്ന് പറയും. ഇതിൽ ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ ആസ്മയിൽ എന്താ സംഭവിക്കുന്നത് ഒന്നുകൂടെ അകത്തോട്ട് കയറി പരിശോധിച്ചാൽ, ഈ ചെറിയ ട്യൂബുകൾ, ബ്രോങ്കസ് കഴിഞ്ഞിട്ടുള്ള ചെറിയ ട്യൂബുകളിൽ നമ്മുടെ വായിലെ തൊലി പോലത്തെ ഒരു ചെറിയ കപനീർ പാടയുണ്ട്, മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയും. ഈ മ്യൂക്കസ് മെംബ്രെയിന് ഒരു നീര് വെക്കും. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ഒരു നീര് പോലെ വരുമല്ലോ, എന്ന് പറയുന്ന പോലെ അകത്തോട്ട് ഇത് നീര് വരിക, അതിന് ഇൻഫ്ലമേഷൻ എന്ന് പറയും. ഈ രോഗങ്ങളുടെ എല്ലാ അടിസ്ഥാനം ഈ ഇൻഫ്ലമേഷനാണ്.